അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ക്യാപ്ഷനോ കാര്യങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ലെന്നറിയാം. പക്ഷേ എങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ വന്ന് നിൽക്കുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഓരോ രീതിയിലുള്ള അക്രമങ്ങളും അനീതിയൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് 23 വയസ്സുള്ള ഒരു പയ്യൻ അവൻ്റെ അമ്മയും മുത്തശ്ശീനെയും അതുപോലെ തന്നെ കുടുംബക്കാരെയും കാമുകനെയും എല്ലാം കൂടെ തീർത്ത ഒരു കഥയാണ്. സ്വന്തം സഹോദരനെ പോലും നെറ്റി അടിച്ച് പൊളിച്ച് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കണ്ണൊക്കെ വെളിച്ചാടിയെന്ന് പറയുന്നത്. അതുപോലെ ക്രൂരമായിട്ടുള്ള സംഭവം ചെയ്യണമെങ്കിൽ അതിന് മതിയായ എന്തെങ്കിലും കാരണം കൊണ്ടാണ്. അപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ ഉണ്ടാക്കിയ കുറേ കടങ്ങൾ, 10-75 ലക്ഷം രൂപയുടെ കടമുണ്ട്. കടം കാരണം ആത്മഹത്യയ്ക്ക് വേണ്ടി തുനിഞ്ഞു. എല്ലാവരും കൂട്ടാത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. അപ്പം അവനുണ്ടാക്കിയ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇയാൾ തന്നെ ഉണ്ടാക്കിയ ഒരു രീതിയാണ് എല്ലാവരെയും കൊന്നിട്ട് വിഷം കഴിച്ചാകുക എന്നുള്ളത്. അപ്പോൾ പോലീസിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊഴി അതാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിലെന്തൊക്കെയോ വൈരുദ്ധ്യങ്ങളുള്ള പോലെയാണ് തോന്നുന്നത്. കാരണം അമ്മ ഉണ്ടാക്കിയ കടത്തിൻ്റെ പേരിൽ കാമുകനെയും സഹോദരനെ അല്ലെങ്കിൽ മുത്തശ്ശിനെ അല്ല, ഒറ്റ വീട്ടിലുള്ളവരെയല്ല, പല സ്ഥലങ്ങളിൽ പോയി എല്ലാവരെയും തീർക്കുക എന്ന് പറയുന്നത് അതിനകത്തൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുകയാണ്, നമ്മൾ എന്താ പറയുക, സാത്താൻ സേവയൊക്കെ അടിമയായിരിക്കുന്ന ഒരുത്തൻ അവൻ്റെ അപ്പനെ വെട്ടിക്കൊന്ന കഥയൊക്കെ നമ്മൾ കേട്ടതാണ്. മൊത്തം കൊലപാതകമാണ്, മൊത്തം ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ. നല്ല കാര്യങ്ങളൊന്നും കേൾക്കാനില്ല. നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ന്യൂസ് മാത്രമേ ഇപ്പോൾ കാണാനും കേൾക്കാനും ഉള്ളൂ. ഇങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കുന്ന നമ്മൾ രാവിലെ പത്രം തുറക്കുകയാണെങ്കിൽ ന്യൂസ് വെച്ച് കഴിഞ്ഞാലും ഒരു സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കാമെന്ന് വെക്കുമ്പോഴത്തേക്കും കാണുന്ന ഇതുപോലത്തെ ദുരന്ത വാർത്തകളാണ്. ദുരന്ത വാർത്തകൾ കണ്ടും കേട്ടും മടുത്തു നമ്മൾ. ശരിക്കും ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ആരാണ്? ശരിക്കും ഗവൺമെൻറ് ഇങ്ങനെ നടക്കുന്ന അനീതികൾക്കും അക്രമങ്ങൾക്കും എതിരെ ആക്ഷൻ എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പം ഒരു കാര്യം നടന്നതിന് ശേഷം ആക്ഷൻ എടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ, ഒരു ആപത്ത് വരുന്നു എന്ന് കാണുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഒരു ദിവസം എന്താ പറയുക, ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ ഈ കടുവയെ പിടിക്കുന്നതിന് മുന്നേ 6 അംഗ സമിതി കൂടി തീരുമാനിച്ച് അതിനുശേഷം നമ്മൾ കടുവയെ പിടിക്കണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കടുവ അവിടെ നിൽക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള കടുവയെ പിടിക്കാൻ വേണ്ടി ഈ 6 അംഗ സമിതി വെക്കുന്ന സാഹചര്യത്തിൽ അതിന് പകരത്തിന് ഇങ്ങനെ വേറെ സമിതിയൊക്കെ ഇങ്ങനെ അത്യാവശ്യം ഉണ്ടാക്കി. കാരണം മനുഷ്യന്മാരുടെ ജീവന് ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് മെത്ത്, അതായത് കള്ളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മദ്യമോ ഇല്ല, MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ട്. നമ്മൾ പല ആൾക്കാരുടെയും അതുപോലെ ഈ MDMA പോലുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരുന്ന അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നവർ അതിൽ നിന്ന് റിക്കവർ ആയതിനു ശേഷം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കാരണം അവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അമ്മയാണോ പെങ്ങളാണോ അപ്പനാണോ ഒന്നൊന്നും അറിയത്തൊന്നുമില്ല. മുന്നിൽ കാണുന്നവരെ ആക്രമിക്കുക അല്ലെങ്കിൽ അപ്പം തോന്നുന്ന വികാരം എന്താണോ അത് അവിടെ തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമ്മൾ നിർത്തലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിയുടെ കടത്തും ലഹരി ഉപയോഗവും കുറയ്ക്കാനായിട്ടുള്ള സാഹചര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ആക്ഷൻ എടുക്കുക. അതിന് പല രീതിയിൽ എൻ്റെ ബുദ്ധിയിൽ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എന്നാലും കുറേ മറ്റു പല ഈ ലഹരിക്കൊക്കെ അടിമയായിട്ടുള്ള അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാകുന്നതിന് മുന്നേ കുട്ടികളൊക്കെ ഇനി വരുന്ന തലമുറയിനൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വല്ല സ്പോർട്സോ കാര്യങ്ങളോ ഒക്കെ ഇറക്കി അവരെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇറക്കി കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവരണം. പല വീടുകളിൽ പോലും കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ ജനിച്ച് വളർന്നൊന്ന് അറിവായി വരുന്ന സമയത്തേക്ക് ഫോണോ അല്ല അങ്ങനെയുള്ള സാധനങ്ങൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കാര്യങ്ങളെല്ലാം വന്ന് വീട്ടിലിരുന്ന് അവസാനം എന്താ പറയുന്നത് തല മരച്ചു പോകുന്ന അവസ്ഥയാണ്. കാരണം അവർക്ക് വൈഡായിട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നില്ല. ഇരിക്കുന്ന തന്നെ ഫോണിൻ്റെ അകത്തോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിലോ ഒത്തിരുന്ന് തീർക്കുന്ന ഒരു ജീവിതമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ വൈൽഡായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കാണുക, വൈൽഡായിട്ടുള്ള കാര്യങ്ങൾ വളരെ മോശവും ക്രൂരവുമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കണ്ടതിന് ശേഷം അത് മറ്റുള്ളവരുടെ നേരെ തീർക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് കുട്ടികളൊക്കെ വരുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പറഞ്ഞു വന്നത് കഥ മാറി വരുവാണെങ്കിൽ പോലും ഇത് ചെയ്തത് 23 വയസ്സുകാരനായതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞ് ഇവിടം വരെ എത്തിയത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള ആക്ഷൻസ് ഇനിയും മുന്നോട്ടേക്ക് വലിയ അപകടങ്ങളിലേക്ക് നമ്മുടെ യുവാക്കൾ പോകാതിരിക്കാനായിട്ട്
ഉണ്ടാകേണ്ടതാണ്. കാരണം ഉള്ളവരൊക്കെ തന്നെയാണ് മുകളിൽ ഇരിക്കുന്നത്. അവർ ചിന്തിച്ച് ആലോചിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കേണ്ടതിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഈ നഗരത്തിന് ഇതെന്ത് പറ്റി, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പം എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകണം.